ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു നെണ്ടുകറി ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്ന നെണ്ടുകറി. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ, നോക്കിയിട്ട് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ രസം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താ വെച്ചാൽ ഞാൻ നല്ലൊരു വീഡിയോ കണ്ടിട്ടുണ്ട് നെണ്ടുകറി ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, അതേപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോണതിൻ്റെ മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. നമുക്കിന്നൊരു നെണ്ടുകറി ഉണ്ടാക്കി നോക്കിയാലോ. നെണ്ട് നല്ലോണം മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള, 1 തക്കാളി, ഒരു 5 മുളക്, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതക്കിയതും വേണം. അപ്പം അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും നമുക്ക് ഇതിലേക്ക് ആക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളിയും തക്കാളി മുളകും അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിയും തക്കാളിയും മുളകും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇത് നല്ലോണം വഴറ്റി വെച്ച് അപ്പോഴത്തേക്ക് നമുക്ക് പാലിലേക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ള പണി നോക്കാം. തേങ്ങാപ്പാൽ എടുക്കാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി അത് മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് തേങ്ങയിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാനായതുകൊണ്ട് നമുക്ക് തോനെ വെള്ളം ഒഴിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടെടുത്താൽ നമുക്ക് തേങ്ങാപ്പാലിനുള്ളത് റെഡിയാവും. ആ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് നല്ലോണം അടിയരുത്. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 1-ാം പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി 2-ാം പാലിലേക്ക് നമ്മൾ ചണ്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചു നോക്കാം. 2-ാം പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളകും പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കാം. ശേഷം ഇത് നന്നായി ഇളക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നെണ്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നെണ്ടിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇളക്കിയതിന് ശേഷം ജസ്റ്റ് നമുക്ക് മൂടി വെക്കാം. ഒന്ന് സ്ലിമ്മിലിട്ട് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇനി തുറന്നതിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം ഇളക്കാം. നമുക്ക് എടുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ.
അതിട്ട് എന്താ വെച്ചാൽ ലാസ്റ്റിലേക്ക് അതിട്ടാൽ ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങും. നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് നമുക്ക് മൂടി വെക്കാം. അപ്പം ഇത് നല്ലോണം തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുകി വന്നേക്കണ് കണ്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കുറുകി തന്നെ ഒന്നും കൂടി ഒന്ന് കുറുകാനുണ്ട്. അത് കുറുകി വന്നതിന് ശേഷം നമുക്ക് 1 പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ കറി ഇതാ നല്ലോണം കുറുകി വന്നിക്കണേ. അതിലേക്ക് നമുക്ക് 1 പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെ കറി റെഡി ആയിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ചതിന് ശേഷം ഓഫാക്കിയാണ്ട് മൂടി വെക്കാം കേട്ടോ.